പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നൊരു പകൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവിക ശബ്ദവുമായി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്തെ നമ്മൾ ശ്രദ്ധിച്ചു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഈ കാണുന്ന പർവ്വതങ്ങൾ മാറിപ്പോകും. നമുക്ക് തോന്നും എത്രയോ വളരെ ഉന്നതമായ ഉയരമുള്ള പർവ്വതങ്ങൾ, ഈ മല, ഈ കുന്ന് നീങ്ങിപ്പോകുമോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ കർത്താവ് പറയുന്നു, തിരുവചനം പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, അത് മാറിപ്പോയാലും, കുന്നുകൾ നീങ്ങിപ്പോകും, അത് നീങ്ങിപ്പോയാലും, കർത്താവ് പറയുന്നു, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ഒന്നും കർത്താവ് നമ്മെ നോക്കി പറയുന്നു, ഈ കാണുന്ന പർവ്വതങ്ങൾ മാറിപ്പോയാലും, ഈ കാണുന്ന കുന്നുകൾ നീങ്ങിപ്പോയാലും, എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. അതായത് കർത്താവിൻ്റെ വാക്കിന് മാറ്റം വരിക ഇല്ല എന്നാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് കർത്താവ് പറയുന്നത്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് അരുളപ്പാട് ചെയ്തിട്ടുണ്ടോ? കർത്താവ് എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ടോ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറാം. ഈ ലോകത്തിലെ ഏതൊക്കെ പർവ്വതങ്ങൾ മാറിപ്പോയാലും, ഏതൊക്കെ കുന്നുകൾ നീങ്ങിപ്പോയാലും, നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുന്ന എന്തൊക്കെ തന്നെ മാറിപ്പോയാലും, കർത്താവ് പറയുന്നു, എൻ്റെ ദയ നിന്നെ വിട്ട് മാറുക ഇല്ല. സ്തോത്രം. കർത്താവ് നമ്മോട് കാണിക്കുന്ന ദയ നമ്മെ വിട്ട് മാറിപ്പോവുകയില്ല. കർത്താവ് പിന്നെയും പറയുന്നു, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനത്തിനുള്ള നിയമം നിങ്ങളെ വിട്ട് മാറിപ്പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നിയമം, കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള നിയമം, കർത്താവ് പറയുന്നു, ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്തിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തെ വിട്ട് ഞാനത് ഒരിക്കലും മറക്കുകയില്ല. ഇസ്രായേൽ മക്കളെ നോക്കി കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്തിട്ടുള്ള ഉടമ്പടിയെ, നിയമത്തെ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കളുടെ കഷ്ടതയെ, അവരുടെ ആവശ്യങ്ങളെ ദൈവം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളുടെ കഷ്ടതയെ ദൈവം അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞെന്നറിയാമോ? ദൈവം ദൈവജനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു നിയമമുണ്ട്. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത ഒരു നിയമം, അവരോട് കൂടെ ഉടമ്പടി ചെയ്തിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്ന് കർത്താവിന് ഒരിക്കലും മാറിപ്പോകുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം കാണിക്കുന്ന ഈ ദയ ഉണ്ടല്ലോ, അത് നമ്മുടെ യോഗ്യത കൊണ്ട് വന്നതല്ല, അത് നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, അത് നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവം നമ്മോട് ദയ കാണിക്കുന്നതല്ല. പിന്നെയോ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം വച്ച ഒരു ഉടമ്പടിയുണ്ട്, ഒരു നിയമമുണ്ട്. ആ ഉടമ്പടി നിലവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാത്തത് കൊണ്ടാണ് ഈ ദിവസങ്ങളിലും നമുക്ക് ആ ദയ അനുഭവിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുവാനോ, കർത്താവിൻ്റെ സ്തോത്രം, ഈ ദയ പ്രാപിക്കുവാനോ നമ്മളൊന്നും യോഗ്യതയുണ്ടായിരുന്നിട്ടല്ല. പിന്നെയോ അത് ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. ഈ പാറ നീങ്ങിപ്പോയാലും, ഈ കുന്നുകൾ നീങ്ങിപ്പോയാലും, ഈ ലോകം മുഴുവൻ നീങ്ങിപ്പോയാലും, കർത്താവ് പറഞ്ഞു, എൻ്റെ വചനത്തിന് അല്ലെങ്കിൽ എൻ്റെ നിയമത്തിന് മാറ്റം വരികയില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളോട് ദൈവം ചെയ്തിട്ടുള്ള ഉടമ്പടികൾ ഒരു നാൾ മാറിപ്പോവുകയില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ മാറിപ്പോയാലും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായാലും, കർത്താവ് പറഞ്ഞു, എൻ്റെ ദയ, എൻ്റെ കരുണ നിങ്ങളെ വിട്ട് മാറിപ്പോവുകയല്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം.
ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയ മക്കളുടെ മേൽ ദൈവം കൊടുത്തിട്ടുള്ള, കർത്താവ് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ എല്ലാം നിറവേറപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ ഇന്ന് പകൽക്കാലം പ്രിയ മക്കളോട് കൂടെ ഇരിക്കണം. അവരുടെ ജീവിത ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ ഇന്നത്തെ ദിവസം എല്ലാം അനുഗ്രഹമായി മാറട്ടെ. അവരുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. അവരുടെ ഉപജീവനത്തിൻ്റെ മേഖലകളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. സ്വർഗം നല്ല നന്മകളെ നൽകി ദൈവരെ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവ് പ്രിയ മക്കളോട് എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം കൈമാറണം. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ ദിവസം എല്ലാവർക്കും വലിയൊരു വിടുതലിനും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.